എ 4-stroke engine is running at 1500 RPM. 1500 RPM ഒരു 4-stroke engine വർക്ക് ചെയ്യുന്നത് അല്ലേ? ഹൗ മെനി ടൈംസ് ഇൻ എ മിനിറ്റ്സ് ഡസ് ഈച്ച് വാൾവ് ഓപ്പൺ ആൻഡ് ക്ലോസ്? ഒരു മിനിറ്റിൽ എത്ര തവണ ഒരു വാൾവ് ഓപ്പണും ക്ലോസും ആകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു ടൈമിൽ എത്ര തവണ വാൾവ് ഓപ്പണും ക്ലോസും ആകും? 1500 കൊടുത്തിട്ടുണ്ട്, 3000 കൊടുത്തിട്ടുണ്ട്, 375 കൊടുത്തിട്ടുണ്ട്, 750 750 കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ വരിക. ഒരു 4-stroke എഞ്ചിന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഒരു 4-stroke എഞ്ചിന് 1500 RPM വർക്ക് ചെയ്യും. സോ 1500 RPM വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനിൽ, ഒരു 4-stroke എഞ്ചിനിൽ 4 സ്ട്രോക്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു 4-stroke എഞ്ചിനിൽ എത്ര പവർ സ്ട്രോക്ക് ഉണ്ടാവും എന്ന് നോക്കണ്ടേ? എത്ര പവർ സ്ട്രോക്ക് ഉണ്ടായിരിക്കും? 1500 RPM വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനിൽ എത്ര പവർ സ്ട്രോക്ക് ഉണ്ടാവും? 4-strokeൽ 2 റൊട്ടേഷൻ കറങ്ങുമ്പോഴാണ് ഒരു പവർ സ്ട്രോക്ക് ലഭിക്കുന്നത്. സോ 750 പവർ സ്ട്രോക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക ആണല്ലോ. ഒരു വാൾവ് ഓപ്പൺ ആയി ക്ലോസ് ആകുക ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴല്ലേ അല്ലേ? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു പവർ സ്ട്രോക്ക് ഉണ്ടാകുക ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ഒരു വാൾവ് ഓപ്പൺ ആയി ക്ലോസ് ആകുക എന്ന് പറയുന്നത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴാണ്. സോ ആൻസർ എന്തായിരിക്കും വരിക? 750 ആയിരിക്കും ആൻസർ വരിക ആണല്ലോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. നമ്മൾ 4-stroke എഞ്ചിന്റെയും 2-stroke എഞ്ചിന്റെയും എത്ര റൊട്ടേഷൻ കറങ്ങുമ്പോഴാണ് ഒരു പവർ സ്ട്രോക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്.